അന്നും പറയലുണ്ട് ഈ ജിബ്രീല് നബി അള്ളാഹു 50 കൊടുത്ത് 50 കൊണ്ട് പോരുന്ന മുഹമ്മദ് നബിയെ 50-ൽ നിന്ന് 90% മൂസാ നബി ഉറപ്പിച്ചു. അതിൽ നിന്ന് 90% നിന്ന് പിന്നെ ചേകനൂർ മൗലവി എത്രേ കുറച്ചിട്ടുള്ളൂ? അത്രയൊന്നും കുറച്ചിട്ടില്ല. ചേകനൂർ മൗലവി ശതമാനം വെച്ച് നോക്കുമ്പോൾ മൂസാ നബിയാണ് ഏറ്റവും വലിയ കൂടുതൽ. 90% മൂസാ നബി തന്നെ കുറച്ചിട്ടുണ്ട്. പിന്നെ 5-ൽ നിന്ന് 2 കുറച്ചിട്ടുള്ളൂ. അപ്പൊ എത്ര ശതമാനം നിങ്ങൾ കൂട്ടിയാൽ മതി? ഒരു 40% വരും. അത്രേ മൗലവി കുറച്ചിട്ടുള്ളൂ. അപ്പോ അതെന്നെ എന്തിനാണ് നിങ്ങൾക്കറിയാം? ഈ മിഅ്റാജ് തന്നെ എന്തിനുണ്ടാക്കിയ ഹദീസാ? ഈ ഉമ്മു ഹറാമിന്റെ ഹദീസ് തന്നെ പറഞ്ഞല്ലോ മൗലവി, മുതൂർ മൗലവി പറഞ്ഞല്ലോ ഉമ്മു ഹറാമിന്റെ ഹദീസ്. 6 അധ്യായങ്ങളുടെ ചോട്ടിലാണ് ആ ഹദീസ് കൊടുത്തിരിക്കുന്നത്. 6 അധ്യായങ്ങളുടെ ചോട്ടിൽ. അതിന്റെ ലക്ഷ്യം തന്നെ വളരെ ആസൂത്രിതമാണ്. അതാണ് ബുഖാരി എന്ന് പറഞ്ഞ ആള് ചില്ലറല്ല. ഞാൻ ഈ അബൂ ഹുറൈറയൊന്നും പോകേണ്ടത്, ഈ ബുഖാരിനെ പിടിക്കേണ്ടത്. 6 അധ്യായങ്ങളുടെ ചുവട്ടിലാണ് ഈ ഉമ്മു ഹറാമിന്റെ ഹദീസ് കൊടുത്തിരിക്കുന്നത്. ഈ ഹദീസിന് ഒരു വിശകലനം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എഴുതിയിട്ടുണ്ട് ഞാൻ, ഓരോ ഹദീസുകളെയും. ഈ ഹദീസുകൾ ബുഖാരിയിലെ എല്ലാ ഹദീസുകളുടെയും വിശകലനം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെയൊക്കെ ഇതെന്താ ഞാൻ തരാത്തെന്ന് പറഞ്ഞാൽ ഈ ഹദീസുകൾ പഠിക്കണ്ടെന്നുള്ളതാ. ഖുർആൻ പഠിച്ചോളി. ഒരു ഹദീസെങ്കിലും പഠിക്കാതിരുന്നാൽ അത്രയും നല്ലതാ. ഒരായത്തെങ്കിലും പഠിച്ചാൽ അത്രയും നല്ലതാ. അതാണ് എന്റെ തത്വം. അതാണ് ഞാൻ ഹദീസിന്റെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ട്, ഹദീസിന്റെ വിശകലനം എന്ന് പറഞ്ഞിട്ട് ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ് മുതൽ അവസാനത്തെ ഹദീസ് വരെ വിശകലനം നടത്തിയിട്ടുണ്ട്. ഖുർആനിന് എങ്ങനെ വിരുദ്ധമാകുന്നു അത്. ഈ ഉമ്മു ഹറാമിന്റെ ഹദീസ് 6 അധ്യായങ്ങളുടെ ചുവട്ടിലാണ്. ഇയാൾ വളരെ ആ പേരെന്നെ ആസൂത്രിത. അതറിയ നിങ്ങൾക്ക്? ഹറാമിന്റെ മാതാവ്. എല്ലാ ഹറാം പറപ്പിന്റെ ഇമ്മാന്നാണ്. ആ പേരെന്നെ ഇയാൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ പേര്. അങ്ങനെ ഒരാളില്ല. ആ പേരെന്നെ വളരെ ആസൂത്രിത. അതൊക്കെ ഞാൻ വിശകലനം ചെയ്തിട്ടുണ്ട്. ആ പേര് പോലും ബുഖാരി വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയ പേരാണെന്നാണ് ഞാൻ പറയണത്. സ്ത്രീക്ക് യുദ്ധം ചെയ്യൽ എന്നല്ല, ബാബ് വസുവുൽ മറുകത്തി, സ്ത്രീയുടെ യുദ്ധം ചെയ്യൽ എന്നൊരു അധ്യായത്തിന്റെ ചോട്ടിൽ ഈ ഹദീസ്. ബാബു മാഖീല ഫീ ഖിതാലി റോം, റോമുകാരോടുള്ള യുദ്ധത്തെക്കുറിച്ച് പറയപ്പെട്ട അധ്യായം എന്ന് പറയുന്ന അധ്യായത്തിന്റെ ചോട്ടിൽ ഇതേ ഹദീസ് വ്യത്യസ്ത രൂപത്തിൽ. അതുപോലെ തന്നെ മൻ സാറ കൗമൻ, ഒരാൾ ഒരു സമൂഹത്തെ സന്ദർശിക്കുകയും വഖാല ഇൻദഹും, അവരുടെ അടുത്ത് ഉച്ചക്ക് ഉറങ്ങുകയും ചെയ്താൽ, കാല എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു എന്നല്ല, ഉറങ്ങിയെന്ന കൈലൂലത്തിന്റെ ഉറക്കം. അവരുടെ അടുത്ത് ഉച്ചക്ക് ഉറങ്ങുകയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അധ്യായത്തിന്റെ ചുവട്ടിൽ. ബാബു അദ്ദുആഉ ഫിൽ ജിഹാദി വ ഷഹാദത്തി എന്നുള്ള അധ്യായത്തിന്റെ ചുവട്ടിൽ. ഇങ്ങനെ 6ഓളം അധ്യായങ്ങളുടെ ചുവട്ടിൽ ഇതേ ഹദീസ് വളരെ ആസൂത്രിതമായി വിവിധങ്ങളായ രൂപത്തിൽ ഇയാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഹദീസിൽ ഉറങ്ങുമ്പോന്നാ, ഉച്ചക്ക് ഉറങ്ങുമ്പോ. ഒരു ഹദീസിൽ ഇവളെ ചാരി നിൽക്കുമ്പോന്നാ, ഇവളെ ചാരി നിൽക്കുമ്പോ നബി ചിരിച്ചുന്നാ. ചിരിച്ചിട്ട് ഇങ്ങനെ എണീക്കും ഒരു പിരാന്തനെ പോലെ. ഏതാണ് ഈ റസൂലുള്ളാഹിനെ കുറിച്ച് എനിക്ക് പറയണ ഈ ഹദീസ് പറഞ്ഞാൽ ഞാൻ പറയാത്തതാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് അറിഞ്ഞോ അറിയാതെയോ ഈ ബുഖാരി പറഞ്ഞു എന്ന പേരിലെങ്കിലും പറയേണ്ടി വരും എന്ന് പേടിച്ചിട്ട്. ഈ എന്താ ഉറക്കത്തിൽ നിന്ന് നീക്കുക, ചെറുക്കുക, എന്താ നിങ്ങളെ ചിരിക്കണമെന്ന്. നബിനെ അങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ ചിരിക്കുക, നിസ്കരിക്കുമ്പോൾ ചിരിക്കുക, പിന്നിലേക്ക് മാറുക, മുന്നിലേക്ക് ചാടുക. ഹദീസിലെ നബിയാണിത്. കടന്നുറങ്ങുക, കാരൊക്കെ ഓരിയച്ചു കൊടുക്കുക. ഇത് ഹദീസിലെ റസൂല, ഖുർആനിലെ റസൂലാവുന്നല്ല. ഇങ്ങോട്ട് സഹാബികൾ മുഹമ്മദ് നബിയുടെ ഹോഴ്സ് പവർ അളക്കുക. അനസിന്റെ ഹദീസില് നബിയുടെ കുതിരശക്തി. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവർക്ക് നബിക്ക് ഈ ഹോഴ്സ് പവർ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അതല്ല അത്ഭുതം. ആ ഹദീസിനെ ഞാൻ വിശകലനം ചെയ്തിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അനസിന്റെ ഹദീസിന് എങ്ങനെ ഈ സഹാബികൾക്ക് ഇദ്ദേഹത്തിന് ഇത്രയും പവർ ഉണ്ടെന്ന് കിട്ടി? അപ്പൊ ഇത് നോക്കി നിൽക്കല്ലേ ഇവര്?
ഭയങ്കര അത്ഭുതമാണ്, വളരെ ആസൂത്രണം. നിങ്ങൾ നമ്മളെ വളരെ പേടിച്ചുകൊണ്ട് കാണേണ്ട കാര്യങ്ങൾ അതൊക്കെ. വളരെ പേടിച്ചുകൊണ്ട് കാണേണ്ട കാര്യങ്ങളാണ് ഈ ബുഖാരി എന്ന് പറയുന്ന സാധനം. മൗലവിധി ചുട്ടുകരിക്കാൻ അറബിക്കടലിൽ കൊണ്ടുപോയി തള്ളിടാനല്ലേ മൗലവി പറഞ്ഞു. മൗലവി അതിൻ്റെ അപ്പുറം പറയും. അത് പഠിച്ച മനുഷ്യനാണ്. പഠിച്ചവർ പറയത് നമ്മളെപ്പോലെ വിവരമില്ലാത്ത ആളുകളൊന്നുമല്ല. പഠിച്ച ആളുകൾ ഇത് അറബിക്കടലിലല്ലേ ഇത് ഏതെങ്കിലും തോട്ടിക്കൊണ്ടുപോയി കളയാൻ പറയും. അത്രക്ക് വൃത്തികെട്ട സാധനമാണ് ഈ ബുഖാരി എന്ന് പറയുന്ന സാധനം. ഹോഴ്സ് പവർ അളക്കാൻ ഒരു ലൈംഗിക പ്രവാചകന്റെ ലൈംഗിക ജീവിതം നോക്കിക്കണ്ടിട്ട് അതിന്റെ പവർ അളക്കാൻ നിൽക്കുന്ന സഹാബികളെ കുറിച്ചാണ് പിന്നെ ബുഖാരി വായിച്ച റസൂലിനെ നമുക്ക് മനസ്സിലാകുക. ഈ ഖുർആൻ വായിച്ച രാവും പകലും ഓടി നടക്കുകയാണ് ആ പ്രവാചകൻ. രാവും പകലും മനുഷ്യരുടെ നന്മക്കും അവരുടെ മോചനത്തിനും വിശ്വാസപരമായി ആ സമൂഹത്തെ സംസ്കരിക്കാനും ഒരു കർമ്മരംഗത്തേക്ക് ആ ജനതയെ തിരിച്ചുവിടാനും ഉന്നതമായ ഒരു സംസ്കാരത്തിലേക്ക് ആ സമൂഹത്തെ കൈപിടിച്ച് ഉയർത്താനും ഓടി നടക്കുന്ന പ്രവാചകനാ ഖുർആൻ. അതാണ് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രവാചകന്റെ സ്വഭാവം വാനോളം പുകഴ്ത്തിക്കോളൂ. കളവില്ല, ചതിയില്ല, വഞ്ചനയില്ല, കള്ളുകുടിയില്ല, ഒരു പെണ്ണിന്റെ അടുത്ത് പോയി കിടക്കൂല, 9 വയസ്സായ കുട്ടിയെ കല്യാണം കഴിക്കൂല, സഫിയാനെ കല്യാണം കഴിക്കൂല. അതൊന്നും റസൂലുള്ള ചെയ്തിട്ടില്ല. അതൊക്കെ ഈ ഹറാം പറപ്പുകൾ നുണ പറഞ്ഞുണ്ടാക്കിയതാ. അപ്പൊ അതാണ് പ്രവാചകൻ. അങ്ങനത്തെ പ്രവാചകനെ എവിടെ നമുക്ക് കാണുള്ളൂ? പരിശുദ്ധ ഖുർആനിലേ കാണുള്ളൂ. ആ പ്രവാചകനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശത്തെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അപ്പൊ ആ അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശങ്ങൾ ഖുർആൻ നമ്മൾ പിൻപറ്റുമ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടും. ഇവിടെ ഹസൻ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹം ആ ഭാഷയിലാണ് സംസാരിച്ചല്ലോ. ആള് ഭയങ്കര ജീനിയസാ, പണ്ഡിതനാ. നിങ്ങളെ ഈ കാണും പോലെ ഒന്നല്ല. ഞങ്ങളവിടെ പോയിട്ടുണ്ട്. ഖുർആൻ ഒരു അണു അളവ് മുന്നോട്ട് പോകാനയക്കൂല. പഠിച്ച ഒരു സമൂഹം വളരുന്നുണ്ട് ലോകത്ത് എന്നുള്ള ഒരു മനസ്സമാധാനം എന്തായാലും ഇന്ന് ലോകത്ത് നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. ലോകത്ത് പഠിക്കുന്ന ഒരു സമൂഹം ലോകത്ത് ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമൂഹം അടുത്ത ഒരു ജനറേഷനിൽ എന്തായാലും ഉണ്ടാവും. നമുക്ക് കാണാൻ ഭാഗ്യമില്ലെങ്കിലും എന്തായാലും പരിശുദ്ധ ഖുർആനിലേക്ക് ലോകം മടങ്ങുന്ന ഒരു കാലം അതിവിദൂരമല്ല. അത് മുഴുവനൊന്നും മാറുന്നു ഞാൻ പറയണില്ല. പക്ഷെ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാവും, ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാവും, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ചർച്ച നടക്കുന്നുണ്ട്. ഈ കർലാവിനോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പെണ്ണ്, വഫ എന്ന് പറയുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ അനിയത്തി 16-ാമത്തെ വയസ്സിൽ സഹോദരിയെ 70 വയസ്സായ ഒരു വൃദ്ധനെ കൊണ്ട് വിവാഹം നിശ്ചയിച്ചതിന്റെ പേരിൽ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു. അന്നാണ് അവൾ ചിന്തിക്കുന്നത്, ഈ ഖുർആൻ ഒന്ന് പഠിക്കണല്ലോ, ഇസ്ലാം ഒന്ന് പഠിക്കണല്ലോ. കർലാവിനോട് ചോദ്യം ചോദിച്ചപ്പോൾ കർലാവ് കിടന്ന് മറിയണയില്. ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ പയറ്റണ അതേ അടവനെ അയാൾ പയറ്റണത്. ഇസ്ലാമിനെ കുറ്റം പറയുന്നു സഹോദരന്മാരെ, നബിയെ കുറ്റം പറയുന്നു സഹോദരന്മാരെ, അള്ളാനെ കുറ്റം പറയുന്നു സഹോദരന്മാരെ എന്ന് പറഞ്ഞ് രക്ഷപ്പെടല്ലാതെ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നില്ല. ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, അപ്പൊ നബിക്ക് ഇദ്ദ ആചരിക്കുക എന്ന് പറയുന്ന ആ കൽപ്പന വരെ പാലിക്കണ്ടേന്ന്. ഒരു ഭർത്താവ് മരിച്ച ഭാര്യ ഇദ്ദ ആചരിച്ച ശേഷമേ ആ പെണ്ണിനെ വേറെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന ഖുർആനിന്റെ ആ കൽപ്പന പോലും പ്രവാചകൻ പാലിച്ചില്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊന്നും മറുപടിയില്ല. അപ്പൊ അള്ളാനെ കുറ്റം പറയണു സഹോദരന്മാരെ, പടച്ചവനെ കുറ്റം പറയണു. ഇവിടുത്തെ മൂല്യന്മാരില്ലേ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൂതനെയും എന്ന് പറഞ്ഞ ചങ്കിന്ന് ഈമാനൊന്നുമില്ല, വെറുതെ പറയാണ്. ആ പറച്ചിലുണ്ട് അള്ളാന്ന് വെറുതെ ശക്തി കൂട്ടി പറയാണ്. കാര്യമായിട്ടൊന്നും അതിന്റെ പിന്നെ ഉള്ളിലില്ലാന്ന് നമുക്ക് ഒപ്പം നടന്ന് കൂടെ കടന്നവന് രാപ്പനിയെ അറിയാന്ന് പറഞ്ഞ പോലെ ഈ അള്ളാന്നില്ല ഈ പറയലിനുള്ളൂ, ഒരു സംഗതിയില്ല, അതിന്റെ ഉള്ളിൽ ഈമാനൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഞാൻ സൂചിപ്പിച്ചത് ഖുർആനിൽ നിന്ന് ഇന്നത് കിട്ടും ഇന്നത് കിട്ടൂല എന്ന് ചോദിക്കുക. ഖുർആനിൽ നിന്ന് കിട്ടണത് മതി. നിങ്ങളോട് ബുഖാരി എന്തിയാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എടുത്തോന്ന് അള്ള പരലോകത്തിൽ ചോദിക്കൂല. ആ ഗ്യാരണ്ടി ഞാൻ തരാം. അന്തിമ ജീവിതത്തിൽ മുസ്ലിമിന്റെ ഹദീസ് നിങ്ങൾ എടുത്തോന്ന് ചോദിക്കൂല എന്ന് ഉറപ്പ് ഞാൻ തരാം നിങ്ങളോട്.
പരിശുദ്ധ ഖുർആൻ വെച്ചിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, അത് ഉറപ്പാ. ഈ കിതാബ് ഏത് കോടതിയിലും ഒരു കിതാബ് വെക്കും, അള്ളാന്റെ കോടതിയിൽ വെക്കുന്ന കിതാബ് ഈ ഖുർആനാണ്. ഈ ഖുർആൻ വെച്ചിട്ട് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ആണക്ക് ഞാനൊരു ഖുർആൻ കൊടുത്തയച്ചിരുന്നു, അത് കിട്ടിയോ, കിട്ടിയെങ്കിൽ അതനുസരിച്ച് ജീവിച്ചോ എന്നുള്ള ഈ ചോദ്യം ഉണ്ടാവുള്ളൂ. ബുഹാരിക്ക് അള്ളാഹ് അറിയുന്നല്ല അങ്ങനത്തെ ഒരു സംഗതി. വ്യക്തിപൂജ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ മൗലവി ഇല്ലെങ്കിൽ നമുക്ക് മുസ്ലിം ആകണ്ടേ? അത് ഞാൻ എപ്പോഴും ചോദിക്കണതാ. അബൂബക്കർ സിദ്ദീഖ് ഇല്ലെങ്കിൽ നമുക്ക് മുസ്ലിം ആകണ്ടേ? ബുഖാരി ഇല്ലെങ്കിൽ നമുക്ക് മുസ്ലിം ആകണ്ടേ? ഇദ്ദേഹം സൂചിപ്പിച്ചല്ലോ പ്രസംഗത്തില്, തൂണില്ലാത്ത ഒരു ഗ്രന്ഥം വിശ്വസിക്കാനേ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. സനത്, താങ്ങ്, സനത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം താങ്ങുന്ന, താങ്ങില്ലാത്ത ഒരു സനത് എന്നുള്ള അതിന്റെ മലയാളമാണ് താങ്ങ്. ഒരു താങ്ങ് കൊടുക്കാത്ത വേദഗ്രന്ഥം, ആശയം, ഒരു കൽപ്പന, അത് വിശ്വസിക്കാനും അനുസരിക്കാനേ അള്ള പറഞ്ഞിട്ടുള്ളൂ. ഒരു താങ്ങ് കൊടുത്ത സന്ദേശം വിശ്വസിക്കാനേ അള്ള പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞിരിക്കണ? ഖുർആനിലില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു താങ്ങ് കൊടുത്തിട്ട് അത് നിങ്ങൾ നല്ല താങ്ങാണോ, പൊട്ടത്താങ്ങാണോ, മുറിഞ്ഞ താങ്ങാണോ, അതിന് ഉറപ്പുണ്ടോ, ബലമുണ്ടോ എന്ന് നോക്കി ഈ മുടിയുടെ താങ്ങ് അന്വേഷിച്ച് മുജാഹിദീങ്ങൾ നടക്കണില്ല എന്ന പോലെ ആ താങ്ങിന് ബലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളിയും, ബലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കണ്ട എന്ന് പരിശുദ്ധ ഖുർആനിൽ എവിടെയില്ല. താങ്ങില്ലാത്ത ഖുർആൻ വിശ്വസിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് അദ്ദേഹം പറഞ്ഞു, വളരെ കറക്റ്റാണ്. താങ്ങുള്ളത് വിശ്വസിക്കാനേ പറ്റൂല. ഇങ്ങനെ ഈ താങ്ങിന് കൊടുത്ത പേരൊക്കെ എന്താണ്? മുങ്കത്തെ ഒരു താങ്ങിന്റെ പേരാ, മുറിഞ്ഞ താങ്ങ്. ഒരു വാഴക്ക് കൊടുത്താൽ നിൽക്കുവോ? മുറിഞ്ഞ താങ്ങ് ഇങ്ങോട്ടല്ലേ അല്ല. ഒരു ഹദീസിന് ഒരു താങ്ങിന്റെ പേര് മുങ്കത്തി, മുറിഞ്ഞത്, മുറിക്കപ്പെട്ടത്. ഒരു താങ്ങിന്റെ പേര് മർഫൂ, മോളിൽക്കാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നു, അടിയിലില്ല. ഒരു താങ്ങിന്റെ പേര് മുർസല്, അയക്കപ്പെട്ടത്, അയക്കപ്പെട്ടുകയാണ്, ഇവിടെ എവിടെയല്ല. ഒരു താങ്ങിന്റെ പേര് മുഴലല്, ഉള്ളിൽ പുഴുക്കുത്തിയത്, ആകെ ചെതല് കുത്തിയതാണ് മുഴലല് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ അതിന്റെ അർത്ഥാണ്, ഞാൻ വെറുതെ ഉണ്ടാക്കിയതല്ല. മുദല്ലസ് ഒരു താങ്ങിന്റെ പേര്. ഇങ്ങനെ കൊടുത്ത താങ്ങുകളുടെ പേരെന്നെ ശരിയല്ല എന്നാണ് ഞാൻ പറയണത്. അപ്പൊ ഈ സനദുകൾക്ക് കൊടുത്ത പേരെന്നെ ഉണ്ടല്ലോ, ഒരു പുരുഷായുസ് കൊണ്ട് എങ്ങനെ സാധിക്കുക സഹോദരന്മാരെ? ഈ സനദിലുള്ള ആളുകളെയൊക്കെ പാടെ പരിശോധിച്ച് അതിൽ ആരൊക്കെ സത്യം പറഞ്ഞേക്കണു, ആരൊക്കെ നുണ പറഞ്ഞേക്കണു, ആരൊക്കെ സത്യവാന്മാരാണ്, ആരൊക്കെ നുണ പറയുന്നവരാണ് എന്ന് പരിശോധിച്ച് ഒരു ഹദീസ് ഒരു പുരുഷായുസ് കൊണ്ട് എടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഞാനൊരു ആയത്ത് ഓതിയാലും മൗലവി അത് എത്രാമത്തെ ആയത്തിൽ ഏത് വചനത്തിലാന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്നോട് താങ്ങുവേണ്ട. നേരെ മറിച്ച് ഞാനൊരു ഹദീസ് ഇങ്ങോട്ട് ഓതി, അത് ഞാനല്ല, എൻ്റെ മാഷ് സെക്കൻഡ് കൊണ്ട് ഹദീസ് ഉണ്ടാക്കും. ഹദീസ് ഉണ്ടാക്കിയിട്ട് പറയും അള്ളാന്റെ റസൂല് പറഞ്ഞേക്കണോ ഇല്ലെന്ന് ആർക്കറിയാം? സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കിയ. നേരം മറിച്ച് ഇതാണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാലോ. മോമാലി മാഷിന്റെ കാലത്ത് സെക്കൻഡ് കൊണ്ട് ഹദീസ് ഉണ്ടാക്കും. ഇങ്ങോട്ട് പറയും കാല റസൂലുള്ളാഹി. എന്ത് റസൂലുള്ളാഹി? അള്ളാഹ്ക്ക് ഇത് അള്ളാന്റെ റസൂലിന് ഇതല്ലേ പണി? ഇത് പറയലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത് പറയലല്ലാതെ മൂപ്പർക്ക് ഒരു പണിയില്ല. ഒമാ അർസൽന ഒമാ അലാ റസൂലിന ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇത് വ്യക്തമാക്കി എത്തിക്കലല്ലാതെ ഒരു പണിയില്ല അള്ളാഹുവിന്റെ ദൂതന്. ഇജ്തിഹാദിന് വരെ റസൂലിന് അവകാശമല്ല. വെറുതെ അങ്ങോട്ട് പറയല്ലിട്ടില്ല ഞാൻ അൻസാരി. ഇജ്തിഹാദ് ചെയ്യാൻ വരെ ഞമ്മക്ക് അധികാരമുണ്ട്, റസൂലിന് അധികാരമല്ല. ഖുർആനിൽ കൊടുത്തിട്ടില്ലല്ലോ. റസൂലിന് ഇജ്തിഹാദ് നടത്തി ഒരു വിഷയം ഗവേഷണം നടത്തി അതിൽ നിന്നൊരു നിയമം കണ്ടുപിടിച്ച് പറയാൻ റസൂലിന് അവകാശം കൊടുത്തിട്ടില്ല അള്ളാഹു. അതല്ലേ അഫലാ യതദബ്ബറൂനൽ ഖുർആനാന്ന് ജനങ്ങളോടെ പറഞ്ഞിട്ടുള്ളൂ. അവർ ഖുർആൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇജ്തിഹാദ് എന്നുള്ള വാക്കെന്നെ ഖുർആനിലില്ല. പിന്നെ വന്ന വാക്ക് തദബ്ബുറുള്ളൂ, ചിന്തിക്കുക. അതെന്നെ നബിയോട് പറഞ്ഞിട്ടില്ല. നീ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വചനം ചിന്തിക്കുന്നില്ല എന്ന് നബിയോട് ചോദിച്ചിട്ടില്ല. അള്ളാഹു ഖുർആനിൽ എവിടെയും ചോദിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കാണുകയാണെങ്കിൽ പറഞ്ഞെന്നോളിയും, കുഴപ്പമൊന്നുമില്ല. നീ എന്തുകൊണ്ട് മുഹമ്മദേ അള്ളാഹുവിന്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നബിയോട് അള്ളാഹു ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ പറ്റിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, അവിടെ പോലും അള്ളാഹു ചോദിച്ചില്ല.